ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായത് ക്യാനും സിറും കൂടെ മഴയത്ത് ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ തന്നെ ഇപ്പോൾ പാരലൽ യൂണിവേഴ്സിൽ അയക്കാനുള്ള വഴികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ടൈമിന് സിറാണെങ്കിൽ ക്യാനിൻ്റെ അടുത്ത് ഞാൻ ശരിക്കും തിരിച്ചങ്ങ് പോകണമെന്നാണോ നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ക്യാനാണെങ്കിൽ അല്ല, പക്ഷേ നിനക്കാണെങ്കിൽ തിരിച്ച് നിൻ്റെ സ്ഥലത്ത് എത്തണ്ടേ, നീ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിറാണെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷേ നീ എവിടെയാണുള്ളത് അവിടെ ഉണ്ടായിരിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ക്യാൻ ആ സമയം നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടത് ദൂരെയായിപ്പോയി, മഴയൊന്നും ഇപ്പം മാറുമെന്നും തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യാം, നമ്മളെന്തായാലും കുറച്ച് നനഞ്ഞിരിക്കുകയല്ലേ, നമുക്ക് പെട്ടെന്ന് ഓടി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി തൊട്ട് നിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിന്നെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ട് വിടട്ടെ, അതുപോലെ തന്നെ രാവിലെ ഞാൻ നിന്നെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ക്ലാസ്സിലേക്ക് വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ പറ്റൂല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സിറിന് ചെറിയ വിഷമാവുന്നുണ്ട്. ആ സമയം ക്യാൻ അത് പിന്നെ നാളെ ഞാൻ ജിന്നിൻ്റെ കൂടെ ഒരുമിച്ച് കോളേജിലേക്ക് വരാമെന്ന് പറഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് നിൻ്റെ കൂടെ നാളെ വരാൻ പറ്റത്തില്ല, പക്ഷേ അതല്ലാണ്ട് വേറെ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പോകാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ ജിന്നോ അതാരാന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നീ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടില്ലേ എപ്പോഴും ഈ ആകാശമൊക്കെ നോക്കി അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന അവനാന്ന് പറയാണ്. ആ സമയം സിറാണെങ്കിൽ നീ അവനും ഒരുമിച്ച് ഒറ്റയ്ക്കാണോ കോളേജിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സിർ ജലസാവുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ട് ക്യാനാണെങ്കിൽ എന്തോരം നീ ജലസാണെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയാണ്. ക്യാനപ്പോൾ ജലസാവാനൊന്നുമില്ല, ഞാനും അവനും ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ സീരിയസ് ആയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ അതെ സീരിയസ് ആയിട്ടാണ്, ഞാനും അവനും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ ഞാൻ നിനക്ക് ഇപ്പോൾ ആരാന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ മഴ മാറി വാ നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. സിർ അപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞപ്പോൾ വീണ്ടും ക്യാനാണെങ്കിൽ ഇതേ നോക്കിക്ക് ഒരു മഴവില്ല് വന്നിരിക്കുന്നു, വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ വിഷയത്തെ മാറ്റിവിടാണ്. എന്നിട്ട് സിറിനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് താൻ നാളെ ജിൻ്റെ കൂടെ ഒരു സിനിമയ്ക്കും കൂടെ പോകുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സിറിൻ്റെ മുഖം വീണ്ടും അങ്ങ് സങ്കടമാവുകയാണ്, കാരണം അവൻ നല്ല ജലസാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ജിന്നിൻ്റെ കൂടെ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം ജിന്ന് ആ സിനിമ കണ്ടിട്ട് നിനക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല, നീ പറഞ്ഞാ അപ്പം എനിക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ജിന്നാണെങ്കിൽ അതിൻ്റെ കഥേനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി, അവിടെ നിന്ന് കിട്ടിയ പോപ്കോണും ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം ജിന്ന് എൻ്റെ പൊന്നെ നിന്നെ ഇങ്ങനെ എന്താ ചെയ്യുക, നിന്നെ എപ്പോൾ സിനിമയ്ക്ക് കൊണ്ടുവന്നാലും നിനക്കൊന്നും മനസ്സിലാകത്തില്ല, നീ എൻ്റെ കൂടെ വരാറുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറയാണ്. ആ സമയം ഞാനാണെങ്കിൽ അത് പിന്നെ സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ എനിക്ക് ഫുഡ് വാങ്ങിച്ച് തരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ജിന്നാണെങ്കിൽ അല്ല നീ എൻ്റെ കൂടെ വന്നതിൽ സിറിന് ഓക്കെ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ അവനാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ പമ്മി പതിയും കളിക്കുന്നുണ്ട്. ആ സമയം അതിന് സിർ എന്തിനും ഇതൊക്കെ ശ്രദ്ധിക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ജിന്നിന് കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ ജലസായോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ എന്തൊക്കെയോ തപ്പി തപ്പി കളിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, അവനതിനെൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ചില സമയം എനിക്ക് ശരിക്കും തോന്നിപ്പോകുന്നു നിനക്ക് എൻ്റെ മൈൻഡ് എങ്ങാനും വായിച്ചെടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ ഫുഡ് കഴിക്കാൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ജിന്ന് ക്യാനിൻ്റെ അടുത്ത് നീ സിംഹക്കുട്ടീനെ കണ്ടോന്ന് ചോദിക്കുന്നത്. ആ സമയം ക്യാനാണെങ്കിൽ സിംഹക്കുട്ടിയോ അതാരാന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിമ്മിനെയാ ഞാൻ അവനെ ഉദ്ദേശിച്ചത്, അവനെ നീ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഇല്ല ഞാൻ അവനെ കണ്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് അല്ല എന്തു പറ്റി ഇപ്പം അവനെ പറ്റി ചോദിച്ചെന്നിങ്ങനെ പറയുന്ന സമയത്ത് ജിന്നാണെങ്കിൽ അത് പിന്നെ ഒന്നുമില്ല, എനിക്കാണെങ്കിൽ തോന്നിയിട്ടുള്ളത് അവൻ എപ്പോഴും അവൻ്റെ മറുപടികൾ ഭയങ്കര സത്യസന്ധമായിട്ട് തുറന്നു പറയാറുണ്ട്, അതുകൊണ്ട് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് ജിന്ന് വിമ്മിനെ പറ്റി ആലോചിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സിറാണെങ്കിൽ ക്യാനാണെങ്കിൽ ജിന്നിൻ്റെ കൂടെ പോയിട്ട് ഒന്ന് തിരിച്ചു വരുന്നതിന് വെയിറ്റ് ചെയ്ത് ക്യാനിൻ്റെ അപ്പാർട്ട്മെൻറ്റുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻ വരുന്നുണ്ട്. എന്നാൽ വരുമ്പോഴത്തേക്കും അവൻ മൊത്തത്തിൽ നനഞ്ഞായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് സിർ നീ എന്തിനാണ് മഴയത്ത് നനഞ്ഞേ, ജിന്ന് നിന്നെ കൊണ്ടുവിട്ടില്ലേ, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ അവൻ പോയതെന്ന് ചോദിച്ചപ്പോൾ ക്യാനാണെങ്കിൽ അല്ല, അത് പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് എന്നെ കടയിലൊന്ന് ഇറക്കി വിടാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ ആ കടയിൽ ഇറങ്ങി. ആ സമയം അതുവഴി പാസ് ചെയ്ത് പോയൊരു കാറാണെങ്കിൽ
ക്യാനാണെങ്കിൽ വെള്ളം തെറിപ്പിച്ചപ്പോൾ അതെല്ലാം എൻ്റെ ദേഹത്ത് വന്ന് വീണു. ഇപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഫുള്ള് സ്മെല്ലായിട്ട് തോന്നുകയെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ നിനക്ക് പനി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജാക്കറ്റ് അഴിച്ച് നമ്മുടെ ക്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ക്യാനിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരാണ്. ആ സമയം ക്യാനാണെങ്കിൽ വിട് 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 ഇപ്പോൾ തറ അത്ര അഴുക്കാവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ കുഴപ്പമില്ല, ജസ്റ്റ് വെള്ളമല്ല, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെയും കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഇവന് ഷർട്ട് മാറ്റാൻ നോക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ എന്തുവായി ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ സിർ അത് പിന്നെ നിനക്ക് കുളിക്കണ്ടേ, നീ മൊത്തത്തിൽ നനഞ്ഞൊക്കെ ഇരിക്കുവാന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഞാൻ ചെയ്തോളാം വിടാനായിട്ട് പറയാണ്. ആ സമയം സിർ ഡ്രസ്സ് അഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഷർട്ട് അഴിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാനപ്പോൾ ഒന്ന് നിർത്താവോ, പാരലൽ യൂണിവേഴ്സിലുള്ള ക്യാനിനെ നീ ഡ്രസ്സില്ലാതെ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ എന്നെ നീ ഡ്രസ്സില്ലാതെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ മാറി നിന്നിട്ട് ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ കുഴപ്പമില്ല എന്ന് തിരിച്ച് പോകാനായിട്ട് പറയാണ്. പക്ഷേ സിറാണെങ്കിൽ പോവാതെ ക്യാനിൻ്റെ അടുത്ത് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ പ്ലീസ് ഒന്ന് എസ് പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ക്യാനിനെ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് കഴിഞ്ഞതും ക്യാനാണെങ്കിൽ സിറിനോട് തിരിച്ചു പോകാനായിട്ട് പറയാണ്. ആ സമയം സിർ ഞാൻ ഒത്തിരി ഹാപ്പിയാന്ന് പറഞ്ഞപ്പോൾ ക്യാൻ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ അത് പിന്നെ എൻ്റെ കിസ്സിനൊക്കെ നീ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ക്യാനാണെങ്കിൽ മനുഷ്യനെ നാണം കെടുത്താതെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അവനെ എങ്ങനെയൊക്കെയോ തള്ളി പുറത്താക്കിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ആ സമയം സിർ പുറത്ത് നിന്ന് ചിരിക്കുകയാണ്. അതേസമയം സിറിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആരാഴ്ച എന്താ മെസ്സേജ് ഒന്നും അറിയത്തില്ല, പക്ഷെ അത് കണ്ടുകൊണ്ട് അവൻ്റെ മുഖം മാറുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ മെസ്സേജ് കണ്ടതോടെ പെട്ടെന്ന് അവിടെ നടന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അവനെ വെയിറ്റ് ചെയ്ത് ജിൻ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ജിന്നിനെ കണ്ടിട്ട് എൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി, പിന്നെ നീ എന്താ മെസ്സേജിലൂടെ ഉദ്ദേശിച്ചത്, നിനക്ക് എൻ്റെ എന്ത് സീക്രട്ട് അറിയാമെന്നാ നീ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ജിന്നാണെങ്കിൽ ഒത്തിരിയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അതുമാത്രമല്ല നീ എപ്പോഴാണ് ക്യാനിനെ മീറ്റ് ചെയ്തേ, നിനക്ക് എപ്പോഴാണ് ക്യാൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയേ, ക്യാനാണെങ്കിൽ ഈ കോളേജിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് നീ എങ്ങനെ അറിയാം, ഇതെല്ലാം നീയാണെങ്കിൽ കേട്ട് മനസ്സിലാക്കിയതല്ലേ, അതെല്ലാം എനിക്കറിയാം, നിന്നെപ്പോലൊരു പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ നീ എന്ത് ചെയ്യാൻ പോകാമെന്ന് ചോദിച്ചപ്പോൾ ജിന്നാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നിൻ്റെ സീക്രട്ട് ആരോടും പറയുമെന്ന് കരുതി ഭീഷണിപ്പെടുത്താൻ വന്നതുമല്ല, എനിക്ക് ജസ്റ്റ് നീയാണെങ്കിൽ ക്യാനിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ, നീ അവനെ ഹേർട്ട് ചെയ്തില്ലെങ്കിൽ നിൻ്റെ ലവ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ സമയം സിർ പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ അത് പിന്നെ എനിക്ക് നിൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ നീ എന്താ പറയുന്നതെന്ന് വെച്ചപ്പോൾ ജിന്നാണെങ്കിൽ അത് പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മൈൻഡെല്ലാം എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും, നീ ഇപ്പോൾ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം സിറിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ജിന്ന അതേ സമയം നിൻ്റെ ഒരു രഹസ്യവും ഞാൻ ആരോടും പറയാനും പോകുന്നില്ല, നിൻ്റെ ശത്രു ആവാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതുമല്ല, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി എന്ന് പറഞ്ഞിട്ട് ജിന്ന അവിടെ നടന്നു പോകുന്നുണ്ട്. ആ സമയം സിറിനാണെങ്കിൽ ജിന്നിന് ഇങ്ങനൊരു പവറുള്ള കാര്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല, പക്ഷേ അതാണെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും താൻ ആരുമല്ല അത് അവനാണെങ്കിൽ അവനോട് തന്നെ സ്വയം പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ജിന്നിന് ഇവൻ്റെ സീക്രട്സൊക്കെ അറിയാമെന്ന് പറഞ്ഞത് അതെന്താണ് സംഭവം എന്നൊന്നും നമ്മളിവിടെ ക്ലിയറായിട്ട് കാണിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്യാനാണെങ്കിൽ കോളേജ് ക്യാൻറ്റീനിലിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് നളിൻ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതേസമയം പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് അഷി വന്നിട്ട് എടാ നീ ദുഷ്ടാ, നീ എന്നെ പറ്റിച്ചല്ലേ, നീയാണെങ്കിൽ ഞാനല്ലേ ഈ കോളേജിൽ ഏറ്റവും സുന്ദരനെന്ന് പറഞ്ഞത്, എന്നിട്ട് നീയും സിറും കൂടെ സെറ്റായല്ലേ, നീയാണെങ്കിൽ ഇപ്പോൾ സിറിൻ്റെ പുറകെ പോയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടീയും അങ്ങോട്ടേക്ക് എന്നിട്ട് അഷിയുടെ തലയിലൊരു അടിയും കൊടുത്തിട്ട് നീ എന്തിനാണ് അവൻ്റെ ഇടയിൽ ചെന്ന് കയറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അഷി ആഹാ ഇപ്പോൾ കൂട്ടത്തോടെ എല്ലാം കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുവാണോ, എന്നാലും ഞാൻ വിഷയത്തിൽ നിന്ന് മാറുമെന്ന് വിചാരിക്കണ്ട, അല്ല ക്യാൻ സത്യം പറ നീയും സിറും തമ്മിൽ എപ്പോഴാണ് സെറ്റായേ, നീ എപ്പോഴാണ് ഞാനറിയാതെ ഇമാതിരി പരിപാടിയൊക്കെ ഒപ്പിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നളിനാണെങ്കിൽ സിറിനെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം, അവനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പയ്യനല്ലേ, അവനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബും ഫീലും ഒക്കെ തോന്നും, അവൻ അടിപൊളിയല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അഷിയാണെങ്കിൽ ക്യാനിനോട് ഓക്കെ ഇനി പറ നീയും അവനെ എങ്ങനെ സെറ്റായെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് സിറ് വരുന്നുണ്ട്. സിറിനെ കണ്ടതും നളിനും തീയും എന്നാൽ ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നോട് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്നാൽ അഷി അവിടെ തന്നെ നിന്നിട്ട് ഹലോ ഞാൻ അഷി, ഞാൻ ഇവൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സിറ് കേൾക്കാൻ നിൽക്കുന്നില്ല. സിറ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ക്യാനിൻ്റെ അടുത്ത് നീ ഫുഡ് കഴിച്ചോ, നിനക്ക് എന്തെങ്കിലും വേണോ, നമുക്ക് ഈ ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായിട്ട് അഷി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ക്യാനാണെങ്കിൽ ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കോളേജിൻ്റെ അവിടെ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു വരുന്ന ടൈമിനാണെങ്കിൽ ക്യാന് സിറിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ നിന്നെക്കുറിച്ച് കുറേ സംസാരിക്കാറുണ്ട്, മുമ്പ് നമ്മളങ്ങനെ സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഞാനത് അപ്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ മുമ്പേ ഫ്രണ്ട്സ് ആകുമായിരുന്നല്ലേ,
ഈ ലോകത്തിലുള്ള സിറും ഞാനും ശരിക്കും ഫ്രണ്ട്സ് ആകുമായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ഒരുപക്ഷേ ഈ ലോകത്തിലുള്ള സിറ് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള സിറിനോട് നീ സംസാരിക്കണം, നിങ്ങൾ ഫ്രണ്ട്സ് ആവണമെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ഒരാൾ കാറിൽ വരുവാണ്. അയാൾ വന്നിട്ട് ആ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഇയാളെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഒരു ലേഡിയാണെങ്കിൽ സിറിനെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ട് ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളാണെങ്കിൽ സിറും ക്യാനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയും ആ ലേഡീനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലേഡി ആക്ച്വലി സിറിൻ്റെ അമ്മയാണ്. അങ്ങനെ ഇയാളെ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും സിറിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയാളങ്ങനെ സിറിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ വീട്ടിലേക്ക് വിളിക്കുന്നു, വരാനായിട്ട് പറയുന്നുണ്ട്. സിർ അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ക്യാനെയും കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ പക്ഷേ അമ്മയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ട്, നിങ്ങൾ നന്നായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഡിന്നർ കഴിക്കാനായിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നീ പൊക്കോ, അമ്മയല്ലേ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ പക്ഷേ നീ എങ്ങനെ തിരിച്ച് റൂമിൽ പോകും, ഒരു കാര്യം ചെയ്യ്, എൻ്റെ കാറിൻ്റെ കീ നീ എടുത്തോളാൻ പറയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അതൊന്നും വേണ്ട, അത്രയും എക്സ്പെൻസീവായിട്ടുള്ള നിൻ്റെ ഈ കാറ് കൊണ്ടുപോയി നശിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നിനക്ക് ഇയാളുടെ കൂടെ ഇയാളുടെ കാറിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് നിൻ്റെ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് പോകാമല്ലോ, എൻ്റെ റൂം ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു നോക്കാം, നീ വീട്ടിലേക്ക് പോക്കോ ബായ് എന്ന് പറഞ്ഞിട്ട് അവനവിടെ പോവുകയാണ്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞതും അയാളുടെ അടുത്ത് സിറാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നോളാം എന്ന് പറയാണ്. അയാൾ ഓക്കെ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത് ക്യാൻ വീട്ടിലെത്തുന്ന ടൈമിന് ഓൾറെഡി നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്യാനാണെങ്കിൽ കുറേയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവനാണെങ്കിൽ ചെന്നിട്ട് വിൻഡോയിൽ അവിടെ നിന്നിട്ട് എനിക്കാണെങ്കിൽ സിറിൻ്റെ കൂടെ ഫുഡ് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ അവിടെ വെച്ചിട്ട് നേരെ ഫ്രഷ് ആവാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അതേസമയം സിറാണെങ്കിൽ നീ റൂമിലെത്തുമ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ ഫ്രഷ് ആവാൻ പോയതുകൊണ്ട് തന്നെ ആ മെസ്സേജ് കാണുന്നില്ല. ഇതേസമയം സിറാണെങ്കിൽ അവൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. ഒരുപാട് മഴ പെയ്യുന്നുണ്ട്, നമ്മളെ ക്യാനിൻ്റെ റിപ്ലൈ വരാത്തതുകൊണ്ട് തന്നെ സിറ് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് നീ മഴയത്ത് പെട്ടുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ കോൾ ചെയ്യുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. ആ സമയം സിറ് നീയാണെങ്കിൽ എൻ്റെ മെസ്സേജ് കാണുമ്പോൾ ഒന്ന് റിപ്ലൈ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. ആ സമയം സിറിനെ നേരത്തെ കോളേജിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോയ അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ അമ്മ വരാൻ കുറച്ച് ലേറ്റാവും, നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ, ആരെങ്കിലും വരുമ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറ് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം, ഡിന്നർ കഴിഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ച് പോവേണ്ട ആവശ്യമുണ്ടെന്ന് പറയാണ്. ആ സമയം അയാൾ പക്ഷേ അത് കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറ് എനിക്ക് ഓരോ ഓർഡർ തരാൻ താൻ എപ്പോഴാണ് തുടങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ ഞാൻ നിങ്ങൾക്ക് ഓർഡർ തന്നെയല്ല, നിങ്ങളുടെ അമ്മ പറയാൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. ആ സമയം ക്യാനാണെങ്കിൽ അവൻ വന്നിരിക്കുന്ന കോൾ കണ്ടിട്ട് സിറിനെ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിറാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നീ ആണെങ്കിൽ നിൻ്റെ റൂമിൽ സേഫായിട്ട് എത്തിയോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ അങ്ങനെ എത്തിയിട്ട് കുറച്ച് നേരമായി, മഴ പെയ്യുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ കോളിൻ്റെ റിങ്ങും ഒന്നും തന്നെ കേട്ടില്ലായിരുന്നു. നീ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ കോൾ എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ കോള് കേട്ടില്ല എന്ന് നീ വിചാരിച്ചാൽ മതി. കാരണം ഇടയ്ക്ക് ഞാൻ ഓർക്കാതെ എൻ്റെ ഫോണ് സൈലൻ്റാക്കി വെക്കാറുണ്ട്. പിന്നെ നീയാണെങ്കിൽ വീട്ടിലെത്തിയോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിറി ഞാൻ എത്തിയെന്ന് പറയാണ്. അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ രാത്രിയായെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സിറിൻ്റെ അടുത്ത് സിറ് നമ്മൾ ഒത്തിരി നേരം സംസാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ നാളെ വിളിക്കാം, നീ ഇപ്പോൾ കോൾ കട്ട് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. സിർ അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അതേസമയം ക്യാനാണെങ്കിൽ അതുപോലെ തന്നെ നിനക്ക് എന്നെ എപ്പോൾ വേണേൽ വിളിക്കാം, എനിക്കൊരിക്കലും അതൊരു ബുദ്ധിമുട്ടല്ല, നീ എപ്പോൾ വേണേൽ വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ പെട്ടെന്ന് തുമ്മുന്നുണ്ട്. അങ്ങനെ അവന് മനസ്സിലായി മഴ നനഞ്ഞതുകൊണ്ട് തന്നെ അവന് വയ്യാതാവാൻ പോവാണെന്ന്. സിർ തന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് എഴുതിയിട്ട് അവൻ ഉടനെ തന്നെ മരുന്ന് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം സിറിനെ കാണിക്കുമ്പോൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടും അവൻ്റെ അമ്മ വന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പോകാൻ ഇറങ്ങുകയാണ്. എന്നാൽ അതേസമയം അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരാൾ വന്നിട്ട് നിങ്ങൾ എവിടെയാണ് പോകുന്നത്, അമ്മയ്ക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിറാണെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല, പിന്നെ എനിക്ക് പോവേണ്ട ആവശ്യമുണ്ട്, നാളെ വരെയൊന്നും അവരെ വെയിറ്റ് ചെയ്ത് എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കാർ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം പക്ഷേ നിങ്ങളുടെ റൂൾ തെറ്റിക്കുകയാണെന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് അവനാണെങ്കിൽ ഇതതിന് ഒരു റൂൾ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം നിങ്ങളുടെ അച്ഛനെ വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും സിറാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. എന്നിട്ട് വീട്ടിനകത്തേക്ക് കയറി പോകുമ്പോൾ അവൻ്റെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഒട്ടും തന്നെ മാറിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ക്യാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കോളേജിൽ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന് ഇപ്പം ഒട്ടും തന്നെ വയ്യ, നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തുമ്മി ഇരിക്കുകയാണ്. എല്ലാവരും ടെൻഷനായിട്ട് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അവർ റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ അവൻ കുഴപ്പമില്ല, ഇതൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് അല്ലേ, അപ്പം ഞാനും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് അഷിയാണെങ്കിൽ സത്യം പറയാൻ നീയും സിറും എങ്ങനെ സെറ്റായി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ തുമ്മിക്കൊണ്ടേ ഇരിക്കുകയാണ്.
പിന്നീട് ഈവനിങ് അവനാണെങ്കിൽ മരുന്നൊക്കെ കഴിച്ചിട്ട് ബെഡിൽ കിടക്കുന്ന ടൈമിന് അവൻ്റെ അമ്മ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയം അമ്മയുടെ അടുത്ത് ഇതുപോലെ പനിയായി സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയം അമ്മ മഴയത്തിറങ്ങാൻ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്, നിനക്കത് വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം അവനാണെങ്കിൽ എനിക്കാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അവൻ്റെ അമ്മ ഈ സ്ഥലത്തൊന്നും തന്നെ ഇല്ല, നല്ല ദൂരെയാണുള്ളത്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അയ്യോ അമ്മയുടെ അടുത്ത് ഞാൻ അറിയാണ്ട് അമ്മ എന്നെ മിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു പോയല്ലോ, എന്നാൽ അമ്മയ്ക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനും പറ്റത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം അമ്മ സോറി മോനെ ഞാൻ നിൻ്റെ അടുത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇല്ല അത് ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞത്, ഇവിടെ അടുത്ത് നല്ല അടിപൊളി ഫുഡ് കൊടുക്കുന്ന കടയുണ്ട്, ഞാൻ അവിടെ പോയി കഴിച്ചോളാം, എനിക്ക് പിന്നെ നല്ല ഉറക്കം വരുന്നു ബായ് എന്ന് പറയാൻ കോൾ കിട്ടിയുന്നുണ്ട്. എന്നാൽ ഉറക്കം വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ അവൻ്റെ അമ്മേനെയും അച്ഛനെയും അവൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ മുന്നിൽ ആ വിഷമം കാണിക്കാതിരിക്കാനാണ് അവൻ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തത്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ സൈഡിൽ ഇരിക്കുന്ന ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ട് അതും നോക്കിയിട്ട് ഞാൻ അമ്മേനെയും അപ്പേനെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അതും ഹഗ് ചെയ്തുകൊണ്ട് അവനവിടെ കിടക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം സിറാണെങ്കിൽ ഇപ്പോഴും അവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ്. കാരണം അവൻ്റെ അമ്മ എതിരായിട്ട് സംസാരിക്കാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ടൈമിനാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവനാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അമ്മ ഡിന്നറിൻ്റെ സമയത്ത് സംസാരിക്കാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് അവനാണെങ്കിൽ അത്രയും നേരം ഒന്നും സമയം കളയാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല, സമയം കളയരുതെന്ന് നിങ്ങൾ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരും അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നീയാണെങ്കിൽ റൂൾസ് തെറ്റിച്ചു എന്ന് പറയാണ്. ആ സമയം അവൻ റൂൾ നമ്പർ 1 നിങ്ങൾ പറയുന്ന കോളേജിൽ ഞാൻ പഠിക്കണം, റൂൾ നമ്പർ 2 ഞാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എടുക്കണം, റൂൾ നമ്പർ 3 4 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഗ്രാജുവേറ്റ് ആവണം, റൂൾ നമ്പർ 4 ഞാനാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നത്തിലും കയറിയിട്ട് നിങ്ങളുടെ റെപ്യൂട്ടേഷനും കളയാൻ പാടില്ല, റൂൾ നമ്പർ 5 എൻ്റെ കോളേജ് ലൈഫ് എപ്പോഴാണ് തീരുന്നത് അപ്പോൾ തന്നെ എൻ്റെ ഫ്രീഡവും അവസാനിക്കും, ഞാൻ ഈ റൂൾസ് ഒന്നും തന്നെ ബ്രേക്ക് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ ഒരു റൂളും കൂടെ ഉണ്ട്, നിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അത് നീ ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ നിങ്ങൾ അച്ഛനെ മീറ്റ് ചെയ്തില്ലെന്നാണ് പറഞ്ഞത്, ഞാൻ അച്ഛനെ മീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തന്നെ മറന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ നീ എന്താ ഞാനായിട്ട് വഴക്കുണ്ടാക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വഴക്കുണ്ടാക്കാൻ വന്നതല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നെയെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മയാണെങ്കിൽ അതുമാത്രമല്ല നീ ആ പയ്യനെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ക്യാനെയാണ് ഉദ്ദേശിച്ചത്. ആ സമയം അവൻ അത് സത്യമാണ് ഞാൻ ആ പയ്യനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇനി മീറ്റ് ചെയ്യൂ എന്ന് പറയാണ്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ ഇതെല്ലാം നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ദേഷ്യം തീർക്കാനായിട്ട് എൻ്റെ റെപ്യൂട്ടേഷൻ കളയാനായിട്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മേനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് വേണോ വിചാരിച്ചോ, നിങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ അച്ഛനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് കരുതുവാണെങ്കിലും നിങ്ങൾ അത് തന്നെ വിചാരിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം അവൻ്റെ അമ്മ വീണ്ടും നീ ഇപ്പം എന്ത് വേണോ ചെയ്തോ, പക്ഷേ നിൻ്റെ കോളേജ് ലൈഫ് ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ നിൻ്റെ ജീവിതം മൊത്തം എൻ്റെ കയ്യിലാണ്, പിന്നെ നിൻ്റെ അച്ഛന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനവൻ മറുപടി എടുക്കുന്നില്ല. നേരെ റൂമിലേക്ക് ചെന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് ക്യാനിനെ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുമായിരുന്നു. അങ്ങനെ കോൾ വരുന്ന സൗണ്ട് കേട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ സൗണ്ട് ഒരുമാതിരിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കേട്ടിട്ട് സിർ നിനക്ക് എന്താ വയ്യെന്ന് വെച്ചപ്പോൾ ക്യാനാണെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിറിന് മനസ്സിലാവുന്നുണ്ട് അവന് വയ്യെന്ന്. ആ സമയം സിർ വീണ്ടും സത്യം പറഞ്ഞാൽ നിനക്ക് വയ്യെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ ഇല്ല ഇങ്ങനെ ഓക്കെ എന്ന് പറയാണ്. ക്യാനിന് വയ്യെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും സിറാണെങ്കിൽ ഓക്കെ നിനക്കൊരു കുഴപ്പമില്ല ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിറാണെങ്കിൽ അവൻ്റെ അടുത്ത് അല്ല ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാൻ പോകുക, നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എനിക്ക് കഴിക്കാൻ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവന് വേണമെന്നുള്ള ഫുഡ് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് സിറിനോട് സിർ വേഗം വാങ്ങി അതിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. ഇത് കേൾക്കുമ്പോൾ സിറിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. സിർ പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ് അവിടെ നിന്ന്. അവനങ്ങനെ പോകുന്നത് അവൻ്റെ അമ്മ അവിടെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന അയാൾ വന്നിട്ട് അവനങ്ങനെ വിട്ട് കളയുന്ന ഓക്കെയാണെന്ന് വെച്ചപ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ കോളേജ് ലൈഫ് കഴിയുന്നവരെ അവനിങ്ങനെ നടക്കട്ടെ, അതിനുശേഷം അവൻ്റെ ഫ്രീഡം മൊത്തം എൻ്റെ കയ്യിലായിരിക്കും, അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കും എന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ സിർ എപ്പോൾ ഒരു എന്നിങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. സിറാണെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ക്യാനിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഡോറിൽ തട്ടുമ്പോൾ ക്യാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഡോർ. അതുകൊണ്ട് ഇവന് പാസ്വേഡ് അറിയാമെന്നുള്ളതുകൊണ്ട് ഇവൻ തന്നെ പാസ്വേഡ് അടിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ബെഡിലൊക്കെ നോക്കുമ്പോൾ ക്യാനിനെ കാണാനില്ല. അങ്ങനെ അവനത് എവിടെയെന്നുള്ള രീതിയിൽ ടെൻഷനായി നോക്കുന്ന സമയത്ത് ക്യാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് സിറിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം സിർ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന വിമ്മിനെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറിഞ്ഞതാണ് സിറിൻ്റെ അച്ഛന് വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ വിമ്മാണ് സിറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ അതെല്ലാം മടുത്തു. എന്നാലും ഇപ്പോൾ അവൻ്റെ തലയിൽ തന്നെയാണ് എല്ലാം വരുന്നത്. സിറാണെങ്കിൽ ഹോസ്പിറ്റലിലായിട്ട് ഇപ്പോൾ 3 ആഴ്ചയായി. പക്ഷേ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. എന്നാൽ പക്ഷേ അവൻ ഇതുവരെ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. അവൻ എന്തുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരാത്തതെന്ന് ഇപ്പോൾ ടീച്ചർ അവനെ പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അവൻ ക്ലാസ്സിൽ വരാത്ത കാര്യം പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ടീച്ചർ അപ്പോൾ അവനെ കാണുവാണെങ്കിൽ ക്ലാസ്സിലേക്ക് വരാൻ പറ, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ സബ്മിറ്റ് ചെയ്തു, അവനാണ്
ഇങ്ങനെയാണെങ്കിൽ വച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ ഞാൻ അവൻ്റെ ക്ലാസ്സിൽ പോലും പഠിക്കുന്ന പയ്യനല്ല, അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരുടെയെങ്കിലും ഇത് പറഞ്ഞാൽ പോരെ, എന്നെ എന്തിനാ വിളിച്ച് വരുത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടീച്ചറാണെങ്കിൽ പക്ഷേ അവൻ്റെ കാര്യങ്ങളെല്ലാം പറയട്ടെ നിന്നോടല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ദൈവം ഈ തലവേദന ഒന്ന് എൻ്റെ അടുത്തുനിന്ന് ഒഴിവാക്കി തരാമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ സിറിനെ എങ്ങനെയെങ്കിലും കാണണമെന്ന രീതി തപ്പി നടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും സിർ ക്യാനിനെ കാണാനായിട്ട് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണുമെന്ന് ഇരുന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അഷീനെ കാണുന്നുണ്ട്. അഷീനെ കണ്ടിട്ട് സിറിനെ കണ്ടോന്ന് വെച്ചപ്പോൾ ഇല്ല, അല്ലെങ്കിൽ തന്നെ സിർ എന്തിനാ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നതെന്ന് അഷി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മ് അത് പിന്നെ അവനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ എന്ന് പറയാണ്. അതേസമയമാണ് അവൻ്റെ അടുത്തേക്ക് ജിന്ന് വന്നിരിക്കുന്നത്. ജിന്നെ കാണുന്നത് നമ്മുടെ വിമ്മാണെങ്കിൽ എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അവനെ നോക്കി ചിരിച്ചിട്ട് നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്നെ കാണാൻ വന്നതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മ ഞാൻ നിന്നെ കാണാൻ വന്നതെന്നല്ല എന്ന് പറയാണ്. അതേസമയം അഷിയാണെങ്കിൽ ജിന്നിന് ഒരുപക്ഷെ അവൻ എവിടെയുള്ളതെന്ന് അറിയായിരിക്കും, അവനോട് ചോദിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ വിമ്മ് എനിക്ക് ഇവൻ്റെ ഹെൽപ്പ് വേണം, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ സിറിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുവാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ പോകുന്നതിന് മുമ്പേ അവൻ്റെ അടുത്ത് ജിന്നാണെങ്കിൽ സിർ അവൻ്റെ വീട്ടിലില്ല, അവനവൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി എന്നാണ് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിമ്മാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു, എൻ്റെ ദൈവമേ അവനെന്നിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് സോണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ കോൾ ചെയ്തിട്ട് സോൺ നീ അറിഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് നടന്നു പോകുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അവനവൻ്റെ മനസ്സിലുള്ള എല്ലാം തന്നെ തുറന്നു പറയാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിമ്മ് പോകുന്നത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.